Hello guys, welcome back to my YouTube channel and welcome to the weekend series. കഴിഞ്ഞ വീക്കെൻഡിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആറ്റുകാൽ വിശേഷങ്ങളായിരുന്നു. എന്തായാലും ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലൊക്കെ എത്തി പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഒരു ഡേ ഔട്ട് വിത്ത് മൈ നെഫ്യൂ. എൻ്റെ നെഫ്യൂവിൻ്റെ പേര് വേദിഷ് എന്നാണ്. എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ്. പിന്നെ അമ്മയും ഞാനും വേദിഷും കൂടെ എൻ്റെ മാമൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോകുന്ന ഒരു കുട്ടി വീഡിയോ കേട്ടോ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ മാമൻ്റെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു സാധനം ഹൗസ് വാമിങ് ഗിഫ്റ്റൊക്കെ മേടിച്ചു. ഒരു മൈക്രോവേവ് ആയിരുന്നു. അതാണ് ഹരിയുടെ ഓട്ടോയിലാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത്. ഹരി ഒരു ചെറിയ കലാകാരനും കൂടെ ആണ് കേട്ടോ. കോമഡിയനാണ്. മഴവിൽ മനോരമ, സിനിമാക്സിലൊക്കെ കോമഡി ഷോയിലൊക്കെ വരാറുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സും വേദിഷിന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് അങ്ങനെ വീട്ടിലെത്തി. എൻ്റെ ഫേവറേറ്റ് കേരള സ്നാക്സാണ് ഉള്ളിവടയും ബോണ്ടയും. നിങ്ങളുടെ നാട്ടിൽ ബോണ്ടയ്ക്ക് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. 6 മണിക്ക് വരും എന്ന് പറഞ്ഞ കറണ്ടാണ് ഇതുവരെ വന്നില്ല ഗൈസ്. ഇനി വാതിലടച്ചില്ലെങ്കിൽ ഫുള്ള് നമ്മുടെ ഇവിടെയൊക്കെ കൊതുക് കയറും. അതും വേറെ ഒരു പ്രോബ്ലമാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാലുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതും ഒക്കെ ജനലും ഒക്കെ അടച്ച് വെക്കണം. അല്ലെങ്കിൽ കൊതുക് കയറി വരുമോ? നമ്മുടെ ഇൻവെർട്ടറും വർക്ക് ആവുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നം. അങ്ങനെ പപ്പ ഓക്സിജൻ ഉപയോഗിക്കുന്ന ആളാണ്. പപ്പയ്ക്ക് COPDയുടെ ഇഷ്യൂ ഉള്ളത്. ഇപ്പം ഇൻവെർട്ടറുടെ കേടായതുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ നാട്ടിലെ ചൂട് പറ്റുന്നില്ല. ഫുൾ സൺ ടാൻ ആയിട്ട് മുഖമൊക്കെ കറുത്തൊന്നും പറയണ്ട. എനിക്ക് റാഷസ് ഒക്കെ വന്ന് സ്കിന്നിൽ സൺ ബേൺ ഉണ്ടായിരുന്നു. അതിപ്പോൾ ശരിയായി ഒരുമാതിരി. ഇപ്പം ഞാൻ ഒതുങ്ങിയത് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകാനാണ്. സെക്കൻഡ് മാമൻ മരിച്ചു പോയി കുറേ വർഷമായി. എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പം അതിൽ അവർ വീടിൻ്റെ പുതിയ വീടൊക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകാനിപ്പം പപ്പയ്ക്ക് വയ്യപ്പോൾ ഞാനും മമ്മിയും കൂടെ മാത്രമാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡി ആയതായിരുന്നു. പക്ഷേ എന്താ കാര്യം, ഭയങ്കര ചൂട്. മേക്കപ്പ് ഇട്ടെല്ലാം ഒലിഞ്ഞു പോയി. സ്റ്റിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹരിയുടെ ഓട്ടോയിൽ മാമൻ്റെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ അമ്മയുടെ തറവാടാണ് അവിടെ. അമ്മയുടെ തറവാടൊക്കെ കൊടുത്തു. പക്ഷേ മാമൻ്റെ സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ അവരവിടെയാണ് വീട് കിട്ടിയത്. ഇതാണ് മാമൻ്റെ വീട്. ഈ വീടിനോടൊരു ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. ഈ വീടല്ല, പഴയ വീടായിരുന്നു കൂടുതൽ മെമ്മറി. ഇതിപ്പം പുതിയതല്ലേ. എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ എപ്പോൾ നാട്ടിൽ വെക്കേഷന് വരുമ്പോഴും ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിൽക്കാറുള്ളത്. ഒരു മാസമൊക്കെ സ്കൂൾ ഹോളിഡേയ്സിന് മാമൻ്റെ അടുത്തായിരുന്നു നിൽക്കുന്നത്. മാമൻ വൈകിട്ട് ജോലി ചെയ്ത് വരുമ്പം കഴിഞ്ഞ് വരുമ്പം നമുക്ക് കഴിക്കാൻ സ്നാക്സും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. ആ ഓർമ്മ അവിടെ ചെന്നപ്പം ഒന്നുകൂടെ വന്നു. മാമനെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും മാമനെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാമനുണ്ടായിരുന്നെങ്കിൽ മാമൻ എന്ത് സന്തോഷമായിരുന്നെന്നറിയോ. മാമൻ്റെ മക്കൾ ഇത്രയും നല്ല നിലയിലെത്തി. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത്ര നന്നായിട്ട് വീടൊക്കെ കിട്ടി. ഐ എം സോ പ്രൗഡ് ഓഫ് ദം. സബ്സ്ക്രൈബ് ടു മൈ വല്യമാസ് ചാനൽ നോർത്ത് ഇന്ത്യൻ മധു. അടിപൊളിയായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ചേച്ചിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് അമൃത ചേച്ചീസ് ചാനൽ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലേ. മാമി ക്ഷീണിച്ചിരിക്കുന്നു കേട്ടോ. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന അമ്പിളി എന്നാണ്. എൻ്റെ നിക്ക് നെയിമാണ് അമ്പിളി. അതുകൊണ്ടാണ് എൻ്റെ കസിൻസ് അമ്പിളി ചേച്ചി എന്ന് പറയുന്നത്. എനിവേസ്, ആ വിളി കേൾക്കാൻ ഒത്തിരി നാളെടുത്തേ ഉള്ളൂ. അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇനി എന്ന് കാണുമെന്ന് അറിയാൻ വയ്യാതെ അങ്ങനെ വിഷമിച്ച് തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മ ചൂടോടൊരു ചായ ഉണ്ടാക്കി തന്നു. എനിക്ക് ഇച്ചിരി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. സൺഡേ വിശേഷങ്ങളെ കാണാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഗുഡ് വീക്കെൻഡ്. ബൈ.